നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി വിപുലീകരിക്കുമെന്ന് UDF കൺവീനർ MM ഹസൻ. വരുന്ന UDF യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിൽ പ്രതികരിച്ച് VD സതീശൻ. NM വിജയൻ എഴുതിയ കത്ത് ലഭിച്ചു. 2 ദിവസം മുൻപാണ് പറവൂരിലെ ഓഫീസിൽ കത്ത് കിട്ടിയത്. സംഭവത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. വിജയന്റെ കുടുംബത്തോടൊപ്പം ഇരുന്നാണ് കത്ത് വായിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി PV അൻവർ. ജയിൽ മോചിതനായ ശേഷമായിരുന്നു അൻവർ പാണക്കാട് എത്തിയത്. UDFിൽ ചേരാനുള്ള ശ്രമങ്ങൾക്കിടെയായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് കരുതുന്നത്. UDFിനെ ശക്തിപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖലി തങ്ങൾ വ്യക്തമാക്കി. കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് ഉമാ തോമസ് MLA വീണ അപകടമുണ്ടായ സംഭവത്തിൽ ഓസ്കാർ ഇവന്റ്സ് ഉടമ ജനീഷ് പിടിയിലായി. തൃശൂരിൽ നിന്നാണ് ജനീഷിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. കേസിലെ 3ാം പ്രതിയാണ് ജനീഷ്. ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും ജനീഷ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരുന്നില്ല. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാലും കീഴടങ്ങാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. കണ്ണൂരിൽ 13-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പിതാവിന് മരണം വരെ തടവ് ശിക്ഷ വിധിച്ചു. കൂടാതെ 15 ലക്ഷം രൂപ പിഴയായും വിധിച്ചിട്ടുണ്ട്. തളിപ്പറമ്പ് പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2019 മുതലാണ് പിതാവ് പീഡനം ആരംഭിച്ചത്. ഗർഭിണിയായതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. വയനാട്ടിൽ സ്വകാര്യ റിസോർട്ടിന്റെ പരിസരത്തുള്ള മരത്തിൽ യുവതിയും യുവാവിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായ പ്രമോദും ഉള്ളിയേരി സ്വദേശിയായ ബിൻസിയുമാണ് മരണപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് ഇവർ റിസോർട്ടിൽ മുറിയെടുത്തത്. ഇന്ന് രാവിലെയാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ ജീവനക്കാർ കണ്ടെത്തുന്നത്. 19 വർഷത്തിനു ശേഷം ബ്രിജിത്ത് വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചു. 9 BJP RSS പ്രവർത്തകരാണ് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. RSS ശാഖയെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിന് നയിച്ചത്. HMPV വൈറസ് ഇന്ത്യയിൽ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആദ്യമായാണ് ഈ രോഗം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തതെന്ന കാര്യത്തിൽ അടിസ്ഥാനമില്ല. 2001 മുതൽ ഇന്ത്യയിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഹണി റോസിനെതിരെ ഇനി മോശം കമന്റുകൾ ഇട്ടാൽ പണി കിട്ടും. ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. മോശം കമന്റുകൾ ഇടുന്നവർക്കെതിരെ നടപടിയെടുക്കാനും അറസ്റ്റ് ചെയ്യാനുമാണ് തീരുമാനം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-ന്, വോട്ടെണ്ണൽ 8-ന് നടക്കും. 70 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. ഒറ്റഘട്ടമായായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക. 7ാം നിയമസഭയുടെ കാലാവധി ഫെബ്രുവരി 15-നാണ് അവസാനിക്കുക.